ഈ ആന്റോണിയന്റെ സ്റ്റോറിയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സയന്റിഫിക് റീസൺസ് ഒന്നും പറയാനില്ല. ഇപ്പൊ പുറത്ത് നമ്മളിപ്പോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ള ഏലിയൻ അബ്ഡക്ഷൻ സ്റ്റോറീസ് മുഴുവൻ എടുത്ത് നോക്കിയാലും എനിക്ക് തോന്നുന്നു ഏലിയൻ ഷിപ്പിന്റെ അതായത് UFOന്റെ ഷേപ്പിൽ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആളുകൾക്ക് അത് നടന്ന വർഷങ്ങള്, അത്തരം ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഈ ഏലിയൻ അബ്ഡക്ഷൻ സ്റ്റോറീസിലുള്ളൂ. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇതിപ്പം ഒന്നോ രണ്ടോ ഒരാളുടെ മാത്രം അല്ലെങ്കിൽ രണ്ടാളുടെ മാത്രം അനുഭവങ്ങൾ അങ്ങനെ പറയുമ്പം നമ്മൾ ചിലപ്പോൾ ഒന്നോ രണ്ടാൾക്കോ അതിന് കൂടുതൽ ആളുകൾക്ക് ഒരുപോലെ അനുഭവം വരികയാണെങ്കിലോ, അതായത് ഒരു മാസ് ഹിസ്റ്റീരിയ പോലെ ഒരു പ്രത്യേക അതൊരു വിഷയമാണ്. കാരണം എല്ലാവർക്കും കൂടി ഒരുമിച്ചിട്ട് എത്ര കാലം ഒരാളെ പറ്റിക്കാൻ. അതെ, അതാണ് പറഞ്ഞത്. ഇപ്പൊ ഒരേപോലെ ഒരേ അനുഭവങ്ങൾ കുറച്ച് ആളുകൾക്ക് ഉണ്ടാവുക. അതെ, ഇതുപോലെ 1976 USA തന്നെ അലിഗാഷ് എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ ഒരു തടാകം, ഒരു കാടും തടാകവും ഒക്കെ ചേർന്നൊരു പ്രത്യേക ഒരു സ്ഥലമാണ്. അവിടേക്ക് 4 ചെറുപ്പക്കാർ അവര് ക്യാമ്പിൽ പോവാന്ന് എല്ലാവർക്കും അറിയാം. അവര് ആ ഒരു എന്താ പറയാ ഇങ്ങനെ എല്ലാവരും അറിയിച്ചിട്ട് തന്നെയാണ് പോയത്. ഒരു രഹസ്യമായിട്ട് പോയതൊന്നുമല്ല, വീട്ടിലും അറിയാം, വൈഫിനോടൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് അവർ പോയത്. അപ്പോൾ 4 ചെറുപ്പക്കാർ, അതിൽ 2 പേര് സഹോദരങ്ങളാണ്. ജാക്കും ജിം എന്ന് പറഞ്ഞ 2 പേര് സഹോദരന്മാരാണ്. ബാക്കി അവരുടെ 2 സുഹൃത്തുക്കളുമാണ്. ഇവർ ഈ ക്യാമ്പിന് പോയി, ഈ അലിഗാഷ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ളവരുടെ തടാകത്തിൽ ബോട്ടിങ് ചെയ്യുക. അപ്പോൾ 4 പേരും ബോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുക. തുഴഞ്ഞ് ഏകദേശം തടാകത്തിലെത്തി. തടാകത്തിന് നടുവിൽ എത്താനായപ്പോൾ തടാകത്തിൻ്റെ മറുകരയിൽ കുറച്ച് മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കുറച്ച് നല്ല ഹൈറ്റുള്ള മരങ്ങൾ. ആ മരങ്ങളിൽ ഇതുപോലെ സാധാരണ മറ്റു കഥകളിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു തിളക്കമുള്ള വസ്തു. മരങ്ങൾക്ക് മുകളിൽ, അതായത് മരങ്ങളുടെ ഇടയിൽ ആ മുകളിലായിട്ട് കുറച്ച് മുകളിലായിട്ട് ഒരു വസ്തു, തിളക്കമുള്ളൊരു വസ്തു. അതായത് ആകാശത്തല്ല, ആകാശ നക്ഷത്രങ്ങളിൽ തന്നെ അങ്ങനത്തെ ഒരു സംശയത്തിന് ഇടവരാത്ത, അതായത് മരങ്ങൾക്ക് മുകളിലാണ് ഇത് നിൽക്കുന്നത്. അത് എങ്ങോട്ടും ചലിക്കുന്നില്ല, അതായത് ഒരു മൂവ്മെന്റും ഇല്ലാതെ ഫ്ലോട്ടിങ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം അതൊരു തിളക്കമുള്ള വസ്തുവായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നീട് കുറച്ചും കൂടി ഇവർ തുഴഞ്ഞ് അടുത്തേക്ക് പോയപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു രൂപം, ഇതുപോലെ ഒരു പരന്നൊരു രൂപമായിട്ടാണ് അവർക്ക് തോന്നി. അത് കണ്ടപ്പോൾ ഈ 4 സുഹൃത്തുക്കൾ, ഒരാള് ജാക്ക് എന്നാണ് തോന്നുന്നത് അയാളുടെ പേര്, അയാള് കയ്യിലൊരു ടോർച്ച് എടുത്ത് നേരെ അതിനെ SOS പോലെ ഒരു അടിച്ച് ഇങ്ങനെ ഓഫായിട്ടും ഓണാക്കി എന്തോ ഒരു സന്ദേശം, അങ്ങനത്തെ ഒരു ഇതില് ടോർച്ച് ഇതിന്റെ നേരെ അവൻ പോയി തോട്ടിട്ടു. തോട്ടിട്ടു, വെറുതെ പിടിച്ചു, ചോദിച്ചു വാങ്ങി ഇല്ല, അങ്ങനത്തെ സംഭവം, അതുപോലത്തെ സംഭവം. അതുവരെ അനങ്ങാതെ നിന്നിരുന്നതാണ്. ഈ ഒരു പ്രവൃത്തി ഇവർ ചെയ്തതോടുകൂടി ഇവരുടെ നേരെ ഫോളോ ചെയ്ത് വരാം. ആദ്യത് വരുന്നത് ഇവർ ശ്രദ്ധിച്ചെങ്കിലും പിന്നീട് ഇവർക്ക് അതെന്തോ പ്രശ്നമായി തോന്നി. ഇവർ തിരിച്ച് തുഴയാൻ തുടങ്ങി. ഇവര് തുഴഞ്ഞ് പക്ഷെ ഇവർക്ക് അറിയാം അത് പറക്കാണ്, ഇവർ തുഴയാണ്, എങ്ങനെയായാലും ഇവരത് പിടിക്കുന്ന. ഇവര് അടുത്തെത്തി, ഇത് നേരെ വന്ന് ഇവരുടെ നേരേക്ക് സാധാരണ പോലെ തന്നെ ആ ഒരു ഫ്ലാഷ് ലൈറ്റ്, ആ ലൈറ്റ് അടിക്കുന്നതോടുകൂടി ഇവർ കംപ്ലീറ്റ്ലി മറന്നുപോയി. പിന്നീട് ഒന്നും ഇവർക്ക് ഓർമ്മയില്ല. പിന്നീട് ഇവർ എഴുന്നേൽക്കുന്നത് തന്നെ ഇവരുടെ ക്യാമ്പിലാണ്. ക്യാമ്പില് എഴുന്നേൽക്കുമ്പോൾ അതായത് പൊതുവെ നമ്മൾ പോകുന്ന റൂട്ട് ഇവർ എത്തിക്കുന്നുണ്ട്. അവര് എവിടെയാണോ ക്യാമ്പ് സെറ്റ് ചെയ്തത് ആ ക്യാമ്പിലാണ് പിന്നെ അവർ എണീക്കുന്നത്. അതായത് ഇവര് തടാകത്തിലായിരുന്നു, പിന്നെ ക്യാമ്പിൽ എണീക്കുന്നത്. അവിടേക്കാണ് ഒരു കൺഫ്യൂഷൻ തോന്നുന്നത്. അത് ഇങ്ങനെ അങ്ങനെ എന്താ സംഭവം? നമുക്ക് ഇപ്പൊ ഒരു സീരിയൽ കില്ലർ പകുതിക്ക് വെച്ച് നമ്മളെ കൊല്ലുന്നു, നാച്ചുറൽ സംഭവിക്കാം. പക്ഷെ ഈ പകുതിക്ക് വെച്ച് കാണുന്ന ഏലിയൻസിന് നമ്മൾ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ എങ്ങനെയാ അറിയുന്നേ? അതാണ് അവര് ട്രാക്ക് ചെയ്യുന്നുണ്ടോ അതോ കുറെ ഇവര് മൊത്തത്തിൽ നിരീക്ഷിക്കുമ്പോൾ ഇവരുടെ ഒരു ഏരിയ, നിൽക്കുന്ന ഏരിയയിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ, മോണിറ്റർ ചെയ്യാൻ പറ്റും. വല്ല മെഷീനറീസ് ഉണ്ടാവോന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം, വേറെയും കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ മൈൻഡിനെ നമുക്കല്ലേ റീഡ് ചെയ്യാൻ പറ്റാത്തുള്ളൂ. അതായത് നിന്റെ മൈൻഡിനെ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. മേ ബി ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്നുള്ളത് ഞാൻ ഓൾറെഡി ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് അവർക്ക് റീഡ് ചെയ്യാൻ പറ്റുമെങ്കിലോ? അങ്ങനെയും ചില കഥകൾ അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക്
എനിക്ക് പോവണ്ട, അത് ഇതിൽ കഥയിലുണ്ടെന്ന് സംശയമുണ്ട്. അതോ ഇനി മുന്നേ പറഞ്ഞതിലാണോ വിട്ടുപോയതാണോ അറിയില്ല. ഈ ഏലിയൻ ഈ ഫ്ലാഷ് അടിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ വരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞതായിട്ട് ഏതോ ഒരു സ്റ്റോറിയിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് അത് മനസ്സിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവർക്ക് അത് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അത് ഇവരുടെ കൺട്രോളിലാണ് എന്നാണ് പറയുന്നത്. അവര് ഈ ക്യാമ്പിൽ തിരിച്ചെത്തിയപ്പോൾ ഇവർക്ക് അത്ഭുതമായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, ഇവർ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് വിറക് കൊള്ളികൾ കത്തിച്ചിട്ട് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്യാമ്പിൽ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ തിരിച്ചവിടെ ചെന്നപ്പോൾ ഇത് മുഴുവനും കത്തി മുഴുവനും കെട്ട് അടങ്ങി നിൽക്കുക. അതായത് ഒരുപാട് നേരം കത്തേണ്ട ഫയർ ഇതൊക്കെ കെട്ട് പോയിട്ടുണ്ട്. അത്രയും സമയമായിട്ട് ഇവര് അൺകോൺഷ്യസ് സ്റ്റേജിലായിരുന്നു. ഈ സെയിം സാധനം ഇപ്പൊ കുറച്ച് നേരത്തെ പറഞ്ഞ ആന്റോണിയോന്റെ സ്റ്റോറി പറഞ്ഞല്ലോ, അതിൽ അയാളെ രാവിലെ 7 മണിക്ക് അയാള് ട്രാക്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്നും പറയുന്നുണ്ട്. അയാള് തിരിച്ച് വീട്ടിലെത്തിയിട്ട് അയാളുടെ ബോഡിയിൽ ആ ഒരു സ്റ്റിക്നെസ് അറിയുമ്പോൾ ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒന്നുകിൽ 4 മണിക്കൂറായിട്ട് ഇയാൾ എന്തിനെയോ കണ്ട് ഭയന്ന് ഓടുന്നതിനിടയിൽ തളർന്ന് വീണ് 4 മണിക്കൂർ ആ വെയിലത്ത് കിടന്നു. 4 മണിക്കൂർ ആ വെയിലത്ത് കിടന്നപ്പോ അയാൾക്കുണ്ടായ സ്വെറ്റ് ആയിരിക്കാം മേ ബി ആ സ്റ്റിക്നെസ് തോന്നിയിട്ടുണ്ടാവുക. ആ സ്വെറ്റ് അങ്ങനെ നിൽക്കുമ്പോ അയാളുടെ ഒരു നോൺ കോൺഷ്യസ് മൈൻഡിൽ അയാളുടെ മേത്ത് ആരോ ജെല്ലി ടൈപ്പ് എന്തോ തേച്ചതായിട്ടും മേ ബി അങ്ങനെയൊക്കെ നമുക്ക് സയന്റിഫിക്കലി പറയാം. മേ ബി ഇതാണ് പോസിബിൾ എന്ന് പറയാം. പക്ഷെ ഈ 4 മണിക്കൂർ സ്വന്തം മോൻ ഒരു സ്ഥലത്ത് കിടക്കുന്നു എന്ന് പറയുമ്പോ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ കാണില്ലേ? ആ വീട്ടില് അവര് ഫുൾ ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഇതേപോലെ ഏകദേശം ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞിട്ടാണ് ഇവര് തിരിച്ച് വീട്ടിലെത്തുന്നത്. ആര്? ബെറ്റിമാണ്. അവര് ആ ഒരു ദിവസം മുഴുവൻ എവിടെയായിരുന്നു അവർക്കറിയില്ല. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇത്രയും മരങ്ങൾ കൂട്ടിയിട്ടിട്ട് അവര് ക്യാമ്പ് ഫയർ നടത്തിയിട്ട് മരം മുഴുവൻ കത്തി തീർന്നു വരണം എന്നുണ്ടെങ്കിൽ കെട്ടുപോയി ഒന്നുമില്ല, മുഴുവൻ തണുത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കാണുന്നത്. അത് ഞങ്ങൾ വളരെ അത്ഭുതപ്പെടുത്തിയെന്ന് പിന്നീട് അയാൾ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് വീട്ടിലെത്തിയതിനു ശേഷം സെയിം എല്ലാവർക്കും ഉണ്ടായ അനുഭവം പോലെ തന്നെ പേടി സ്വപ്നങ്ങൾ കാണുക. ആരോടും പറയാൻ പറ്റുന്നില്ല, ആരോടും പറഞ്ഞതുമില്ല. ആദ്യമായിട്ട് അത് പറഞ്ഞത് ഈ ജാക്കാണ്. ജാക്കിന്റെ ഭാര്യയോട് പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. നീ നോക്കുമ്പോൾ ജിമ്മിനും അതേപോലത്തെ പ്രശ്നം, മറ്റുള്ളവരുടെ പ്രശ്നത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല, എന്താ ഉണ്ടോ ഇല്ല എന്നുള്ളത് കറക്റ്റ് അറിയില്ല. ഇവർക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ട് ആ പേടി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രസം എന്താ വെച്ചാല് ഈ വ്യക്തി, ഈ പേടി സ്വപ്നം കാണുന്ന വ്യക്തിനെ ഹിപ്നോട്ടിസ് ചെയ്ത സമയത്ത് ഇയാൾ തന്നെ പറയാണ്, ഇയാളുടെ മെമ്മറിയിൽ ഞാനൊരു മേശയിൽ കിടക്കുന്നു. ഈ ജാക്ക് എന്ന വ്യക്തി, ഈ പേടി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ഒരു മേശയിൽ കിടക്കുന്നു, എനിക്ക് വസ്ത്രങ്ങളില്ല. അയാൾക്കൊരു മൂന്നാമതൊരാൾ കാണുന്നത് പോലെ അയാൾക്ക് അല്ല മറ്റുള്ളവരെയും കാണാം. അയാൾക്ക് മറ്റുള്ളവരെ കാണാം. അയാൾ മേശയിൽ കിടക്കുന്നുണ്ട്, മറ്റുള്ളവരും ഇതേപോലെ സമ്പൂർണമായിട്ട് നേക്കഡായിട്ട് ഒരു പ്രത്യേക ഷേപ്പിലുള്ള ബെഞ്ചിൽ ബാക്കി 3 പേര് ഇരിക്കുന്നുണ്ട്. ഇത് അയാൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ കിടത്തിയിട്ട് അയാളുടെ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്, എന്തൊക്കെയോ സ്രവങ്ങൾ എടുക്കുന്നുണ്ട്, ബ്ലഡ് എടുക്കുന്നുണ്ട്. അങ്ങനെ ആണ് അവർ പിന്നെ ഹിപ്നോട്ടിസ്റ്റ് പറഞ്ഞ ഇതേപോലെ ജിമ്മ് പറഞ്ഞതും എനിക്ക് ജാക്കിനെ അവിടെ കിടത്തിയത് കാണാൻ പറ്റും. ജാക്കിനെ എനിക്ക് രക്ഷിക്കണം എന്ന് എനിക്കുണ്ട്. കാരണം അവർ ആ പരീക്ഷണം ചെയ്യുമ്പോൾ ജാക്ക് വളരെയധികം വേദനയോടുകൂടി കരയുന്നൊരു മുഖഭാവം കാണാൻ എനിക്ക് പറ്റുന്നുണ്ട്, ഓർക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് രക്ഷിക്കണം എന്നുണ്ട് ഞങ്ങൾക്കൊക്കെ. പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ, ഒരു നിശ്ചലമായൊരു അവസ്ഥയിൽ ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ജിമ്മിൻ്റെ ഒരു വിഷനിൽ പറഞ്ഞത്. 2 പേരെയും ഹിപ്നോട്ടിസം ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അപ്പം ഇതുപോലെ ഒരു അബ്ഡക്ഷൻ ഒരു സ്റ്റോറി ആയിട്ടാണ് ഞാൻ കണ്ടത്. ഇതിൽ തന്നെ ഈ പറയുന്ന ബാക്കി 3 പേരെ കിടത്തുന്നതൊന്നും ആരും ബാക്കി 3 പേരുടെ ഈ 2 സഹോദരങ്ങളുടെ അനുഭവം മാത്രമേ പറയുന്നുള്ളൂ.
ഓക്കെ. അപ്പം ഇവരുടെ കുറച്ച് പ്രായമായിട്ടുള്ള ഈ അടുത്തുള്ള ഒരു ഫോട്ടോസൊക്കെ ഇവർ ഈ പിന്നെയും ഇതിനെക്കുറിച്ച് ഇങ്ങനെ എന്താ പറയുക ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ നമ്മൾ നെറ്റിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നുമുണ്ട്. അപ്പോൾ ഇവർ ഇൻ്റർവ്യൂവിൽ കൊടുത്തതായിട്ടും കാണുന്നുണ്ട്. ഏതോ ഒരു ചാനലുണ്ട്, പണ്ടെന്തോ ഈ അമേരിക്കയിലൊരു മിസ്റ്റർ UFO അങ്ങനത്തെ ഒരു ചാനലിലൊക്കെ ഇവരുടെ ഇൻ്റർവ്യൂ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ബാക്കി മറ്റുള്ള രണ്ടുപേരും ആൾക്കാർ അനുഭവങ്ങളൊന്നും കൊടുക്കുന്നില്ല. അവരെന്താ കണ്ടതെന്നോ അവർക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്നും വ്യക്തമായിട്ട് ആരും പറയുന്നില്ല. ഇവർ രണ്ടുപേരുടെ അനുഭവം, ഇവർ രണ്ടുപേരെയും ഹിപ്നോട്ടിസ് ചെയ്തിട്ട് രണ്ടുപേർക്കും ഇങ്ങനെ വിഷൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അതും ഇതേമാതിരി ലാബ് പോലൊരു സ്ഥലമാണ്. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ UFO എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചരിക്കുന്ന ലാബാണ്. കാരണം എല്ലാരും ഈ ഉള്ളിൽ പോയി എല്ലാരും ലാബ്. അതെ, ഈ വസ്തു സഞ്ചരിക്കുമ്പോൾ ഒരു ശബ്ദവും കേട്ടില്ല പോലും. ഒരു എയർക്രാഫ്റ്റ് സഞ്ചരിക്കുമ്പോൾ അതിനൊരു എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ, പക്ക സൈലന്റ് ആയിരുന്നു. ഇതേപോലെ ഒരു സ്റ്റോറി ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ രണ്ടുപേരാണ്. ഇതിലിപ്പം ഈ പറഞ്ഞത് ഒരു 5-6 പേരുടെ സ്റ്റോറി അല്ലേ. ഇത് 2 ഫ്രണ്ട്സ് ആണ്. അവര് കണ്ടിന്യൂസ്ലി ഒരു തടാകത്തിൽ മീൻ പിടിക്കാൻ പോകാറുണ്ട്. പാർക്കർ, ഹിക്സൺ, അങ്ങനെ 2 പേരാണ് ഇവര്. ഇവര് ഒരു ദിവസം മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഒരു പെട്ടെന്നൊരു തിളക്കം കണ്ടു. നീല കളറിലൊരു തിളക്കം. വെള്ളത്തിന്റെ അടിയിലല്ല, പക്ഷെ പുറത്തുനിന്നുള്ളൊരു വെളിച്ചം വെള്ളത്തിൽ റിഫ്ലക്റ്റ് ആവുന്നത് ഇവരിയ്ക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെരിഞ്ഞൊരു പ്രതല. ആ ചെരിഞ്ഞ, സാധാരണ ഈ തടാകത്തിന്റെ ഒക്കെ അറ്റത്തേക്ക് വരുന്ന സമയത്ത് ഒരു ചെരിവ് ഉണ്ടാവുമല്ലോ, ആ ചെരിവിൽ ഇവർ ഇരുന്നിട്ട് ഇങ്ങനെ ചൂണ്ടിടുകയാണ്. ആ ചൂണ്ടിടുന്ന സമയത്ത് കുറച്ച് മുകളിലുള്ള എന്തോ ഒരു വസ്തു വന്ന് നിൽക്കുന്നതുകൊണ്ട്, അതിപ്പം ഒരു പോലീസ് ജീപ്പ് ആവാം, പോലീസ് കാർ ആവാം എന്നാണ് അവർ പറയുന്നത്. പോലീസ് കാറിന്റെ ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ കണ്ടിട്ടാണ് അവർ തിരിഞ്ഞു നോക്കിയപ്പോ തൊട്ടടുത്ത്, അത് തിരിഞ്ഞു നോക്കുമ്പോൾ മൂക്കിന്റെ അറ്റം മുട്ടുന്നത് പോലെ തൊട്ടടുത്ത് ഒരു വലുത് ഒരു നല്ല ഹെവി ആയിട്ടുള്ള ഒരു സാധനം, വെള്ള കളറിലൊരു ഉരുണ്ടൊരു സാധനം തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നു. അതിനൊരു മൂളൊക്കെ ഉണ്ട്. പക്ഷെ അവർ ഈ ഇത്രയും അടുത്തൊരു വസ്തു വന്ന് നിൽക്കുന്നത് അവർ അറിഞ്ഞിട്ടേ ഇല്ല. അടുത്തെത്തുന്നവരെ അവർ എത്ര നേരമായിട്ട് അത് അവിടെ ഉണ്ട് എന്നും അവർക്കറിയില്ല. ഇതിന്റെ മുകളിലുള്ള ഈ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ താഴെ വെള്ളത്തിൽ കണ്ടിട്ടാണ് ഇവരിത് അറിയുന്നത്. അത് തിരിഞ്ഞു നോക്കി കൂട്ടത്തിൽ ഒരുത്തൻ വെള്ളത്തിലേക്ക് വീണു. ആ ഷോക്കിലായി ബാക്കിയുള്ളവര്. അതായത് ഇവർ 2 പേരില് പാർക്കർ, ഹെക്സൺ ആണ് വീണത്. പാർക്കർ അവനെ പിടിക്കാൻ വേണ്ടി താഴേക്ക് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങിക്കും. ആ പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാർ ഗ്രേ ടൈപ്പ് ഏലിയൻസ് ആണ്. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള വലിയ തലയും കറുത്ത കണ്ണുകളുള്ള കുറുതായിട്ടുള്ള രൂപങ്ങൾ. പിന്നെ ഇവര് ഓർക്കുന്നത് അതിന്റെ ഉള്ളിലേക്ക് ഇവരെ കൊണ്ടുപോകുന്ന, പക്ഷെ അവരുടെ മനസ്സിലൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇവർക്ക് ബോധം വരുമ്പോ, അതായത് ഇവര് നോർമൽ ആവുന്ന സമയത്ത് ഈ കാടിന്റെ ഉള്ളിൽ എവിടെയോ കരിയിലയിൽ കിടക്കുന്നതാണ് ഇവരുടെ മൈൻഡിലുള്ളത്. അങ്ങനെ ഒരു വസ്തുവോ ആ ഒരു ഉരുണ്ട സാധനം ഒന്നും അവിടെ ഇല്ല. ഇവരാദ്യം ചെയ്തത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഞങ്ങള് ചൂണ്ടിട്ടോണ്ടിരിക്കുന്നു, അതിന്റെ വസ്തു പിന്നിൽ വന്നു നിന്നു, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു തമാശ കേൾക്കുന്നവരായിരുന്നു ഓഫീസേഴ്സ് കേട്ടിരുന്ന അത്ര. അവര് പറയാണ്, നിങ്ങൾ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇതൊന്നും പറയരുത്. പക്ഷെ ഇവര് കാല് പിടിച്ചു, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും, അത് പോയിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെയും കൂട്ടിയിട്ട് ഈ സ്പോട്ടിലേക്ക് വന്നു. പക്ഷെ അങ്ങനെ ഒരു വസ്തു അവരെ എവിടെ അന്വേഷിച്ചിട്ട് കണ്ടില്ല. പക്ഷെ ഒരു സാധനം കിട്ടി. അതായത് ഇവർ ഈ മറ്റേ ഫിഷർ, അതായത് ചൂണ്ടടാൻ വേണ്ടിട്ട് ഇവർ വന്ന് നിന്ന സ്ഥലം ഉണ്ടല്ലോ, ആ നിന്ന സ്ഥലത്ത് ഈ വസ്തു ഇറങ്ങി ഇവരെ അടുത്ത് വരെ നിന്നിട്ടുണ്ട്. ആ നിന്ന സ്ഥലത്ത് ഇത് കുത്തിയ പാടുണ്ട്. ഇതിന്റെ മറ്റേ ഇതില്ലേ, എന്താ പറയാ, സ്റ്റാൻഡ്, അത് വന്ന് നിൽക്കുമ്പോ ഒരു കൊമ്പ് താത്തേക്ക് ഇറങ്ങിയിട്ടാണല്ലോ നിൽക്കുന്നത്. ആ സാധനം ആഴ്ന്നിറങ്ങിയതിന്റെ 3 പാടുകൾ കണ്ടു. അത് ഇവര് ഫാബ്രിക്കേറ്റ് ചെയ്തതാണെന്നാണ് പോലീസുകാർ പറയുന്നത്. പക്ഷെ ഇവര് ഉറപ്പിച്ചു പറയുന്നു അങ്ങനെ ഒരു സാധനം സംഭവിച്ചിട്ടില്ല. അതിൽ ഹെക്സൺ പറയുന്ന ഒരു സാധനമുണ്ട്, എനിക്ക് ഒരു സാധനം മാത്രം ഓർമ്മ ഉണ്ട്. അതായത് ഞങ്ങൾ 2 പേരെയും അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതില് മുകളിലേക്ക് നോക്കിയപ്പോ ഒരു കണ്ണ് ഇവൻ കണ്ടു. കണ്ണ് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ രൂപത്തിലുള്ള ഒരു സാധനം മുകളില്, ആ ഒരു പ്രോബിന്റെ ഉള്ളില് ഒരു വട്ടത്തിൽ ഇയാൾക്കെന്നെ കാണാൻ പറ്റുമായിരുന്നു. അതൊരു വിഷ്വൽ മാത്രം ഓർമ്മയുണ്ട്. പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഇവർ ഈ കാട്ടിന്റെ ഉള്ളിലാണ്.
എന്നിട്ട് പോലീസുകാർ ഇവരെ രണ്ടുപേരെയും 2 റൂമിലാക്കിയിട്ട് അവരുടെ അനുഭവങ്ങൾ ചോദിച്ചു. പക്ഷെ 2 പേർക്കും പറയാനുള്ളത് ഒരേ സാധനമായിരുന്നു. ഒരിക്കലും അവർ കള്ളം പറയുന്നതായിട്ട് തോന്നിയിട്ടേ ഇല്ല. അവരൊരിക്കലും അവർക്കിപ്പോൾ ഏലിയൻസിനെ കണ്ടു അല്ലെങ്കിൽ ഏലിയൻസ് ഞങ്ങൾ അബ്ഡക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കഥ അവർക്ക് ഡെവലപ്പ് ചെയ്യാം. അതിനുള്ളൊരു സ്പേസ് ഉണ്ട് അവിടെ. പക്ഷെ അവർ വേറെ ഒന്നും പറയുന്നില്ല. അതായത് ഇങ്ങനെ ഒരു സാധനം കണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ഇങ്ങനെ ഒരു വിഷ്വൽ കണ്ടിട്ടുണ്ട് എന്ന് അതിൽ ഒരാൾ പറയുന്നു, മറ്റാൾ ബോധമില്ലാതെ കിടക്കുകയാണ്. പക്ഷെ ഇവര് 2 പേരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരേപോലെ, പരസ്പര വിരുദ്ധമായിട്ട് ഒന്നും പറഞ്ഞില്ല. കാരണം ഈ പറഞ്ഞ സാധനം, ഇവർ ഈ പറയുന്ന കഥ ഫേക്കാണ്, തട്ടിപ്പാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ക്യാമറ വെച്ചിട്ടാണ് ഇവരെ കൊണ്ട് സംസാരിപ്പിച്ചത്. പക്ഷെ അവര് കൃത്യമായിട്ടാണ് അവർ ആ സാധനം പറഞ്ഞതെന്ന് പറയുന്നത്. സോ നമുക്കിപ്പം എന്തിനാണ് ഇങ്ങനത്തെ കഥകൾ ഒരാൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതെന്ന് കുറച്ച് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഇപ്പം തട്ടിപ്പ് കഥകൾ ഒരുപാടുണ്ട്. അബ്ഡക്ഷൻ സ്റ്റോറീസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാക്കി പറയുന്ന കഥകൾ ഒരുപാടുണ്ട്. കെല്ലി കാഹിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ 1993 സംഭവം. വളരെ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏകദേശം അതെ നമ്മളൊക്കെ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവം. ഇതൊക്കെ മുന്നേ, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ. ഇത് 1993 ഓസ്ട്രേലിയയിലാണ് നടക്കുന്നത്. മീഡിയ ഒക്കെ വന്നതിന് ശേഷമാണ്. കെല്ലി കാവിലും അവരുടെ ഹസ്ബൻഡും അവര് കെല്ലിയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവുക ഓസ്ട്രേലിയയില്. അപ്പൊ മെൽബൺ എന്ന സ്ഥലമാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ. ഒരുപാട് കിലോമീറ്ററുകൾ നീളമുള്ള ഒരു റോഡാണ്. 2 ഭാഗത്തും വിജനമായ പാടം, നെൽപ്പാടമാണ്, അങ്ങനത്തെ ഒരു കൃഷി ഇടം പോലത്തെ ഒരു സ്ഥലമാണ്. വളരെ വിജനമായ സ്ഥലമാണ്. ഒരുപാട് കിലോമീറ്ററോളം റോഡ് ഇങ്ങനെ നീണ്ടു കിടക്കുക. അപ്പം ഇവർ സഞ്ചരിച്ച് കുറേ കഴിഞ്ഞപ്പം ഒരു സന്ധ്യാസമയമായി, ഒരു സൺസെറ്റിൻ്റെ ടൈം ആയ സമയത്ത് ഇവർ പിന്നെയും പോയി ഡാർക്ക്, അതായത് ഈ മൊത്തം സ്ഥലം ഡാർക്ക് ആയ സമയത്ത്, അതായത് ഇരുട്ട് വീണ സമയത്ത് ദൂരെ ഈ റോഡിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ഓറഞ്ച് കളർ കുറേ ലൈറ്റുകൾ, അതായത് ഒരു സ്ട്രിപ്പിൽ ഓറഞ്ച് കളറിൽ കുറേ ലൈറ്റുകൾ അടുക്കി വെച്ചത് പോലത്തെ സ്ട്രിപ്പ് എൽ ഇ ഡി പോലെ ഒരു ഒബ്ജക്റ്റ് ആണ് അവർ കാണുന്നത്. മൊത്തത്തിൽ അതിന്റെ ഷേപ്പ് അവർ കാണുന്നില്ല, ഡാർക്ക് ആയതുകൊണ്ട്. അപ്പം ഇവരിങ്ങനെ ഗന്ധർവന്റെ ഒക്കെ നെറ്റിയിലുള്ള സാധനം അതുപോലെ അത് മാത്രമായിട്ട് ഇങ്ങനെ കാണാം. അപ്പൊ ഇവരടുത്തേക്ക് എത്തുന്ന സമയത്ത് ഇത് മെല്ലെ ഈ ഒരു സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് അത് മെല്ലെ ഫ്ലോട്ട് ചെയ്ത് വന്നു. അതായത് ഇപ്പൊ അവര് കാറും ഈ വസ്തുവും തമ്മിൽ വളരെ കുറഞ്ഞ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് മൂവ്മെന്റ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അപ്പൊ ഇത് അതോ ഇനി ഫ്ലോട്ട് ചെയ്യണോ എന്നുള്ളതും കറക്റ്റുമായിട്ട് അറിയില്ല. പക്ഷെ ഇത് ഒരു സൈഡിൽ എത്തിയ സമയത്ത് ഈ ഓറഞ്ച് ഈ ലൈറ്റുകൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് വലുതായി കാണാൻ തുടങ്ങി. ഈ ലൈറ്റിനുള്ളിൽ കൂടെ ഇവർ നോക്കിയപ്പോൾ കുറച്ച് രൂപങ്ങൾ, അത് മനുഷ്യനോട് സാമ്യമുള്ള കുറച്ച് രൂപങ്ങൾ ആ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുന്നതും കുറേ ആൾക്കാരുണ്ട്, ഒന്നൊന്നല്ല, കുറേ ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും ഈ ലൈറ്റിന്റെ അടുത്ത് ജനലിന്റെ അടുത്ത് നിന്ന് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അത്. അപ്പം അവരുടെ കെല്ലിയുടെ ഹസ്ബൻഡ് പറഞ്ഞു, അതിൽ ആൾക്കാരുണ്ടോ എന്ന് കെല്ലിയുടെ ഹസ്ബൻഡ് ചോദിക്കുന്നത് അങ്ങനെ ഒരു പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു വിഷൻ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അത് കാണുന്നില്ല, അത് പോയി. ആ പോയിട്ട് ഇവർ പിന്നെ കാറ് എന്താ സംഭവം എന്ന് അറിയാതെ കുറച്ച് നേരം ഒന്ന് സ്റ്റക്കായി. പിന്നീട് ഒരു രണ്ടാമത് യാത്ര തുടർന്ന് കുറച്ച് ദൂരം കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ഇവരുടെ ഈ വാഹനം കാണുന്നില്ല, ഒരു കാറിന് മുകളിൽ വളരെ ശക്തമായ ലൈറ്റ് വരുന്നു. വളരെ എന്താ പറയുക, വളരെ ശക്തമായ ലൈറ്റ്, കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റും. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒരു ഓർമ്മയൊന്നുമില്ല. പിന്നെ ഇവർ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല, ഇവർ പിന്നെയും വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, പോകുന്നുണ്ട്. കുറേ ദൂരം എത്തിയ സമയത്ത് ഈ പാടം ഈ വലിയ ഫീൽഡിൻ്റെ തന്നെ ഒരു മരങ്ങൾ, കുറേ ദൂരം കുറച്ച് മരങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് ഈ വാഹനം വന്ന് നിൽക്കുന്നുണ്ട്. ദൂരെ നിന്ന് ഒരു കാണുക, അതൊന്നൊരു നീല കളറുള്ളൊരു ബീം താഴേക്ക് പോയിട്ടുണ്ട്. കുറച്ച് നേരം അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിന്ന് ആ ലൈറ്റിൻ്റെ അതിന് നടുവിന്ന് വേറൊരു ബീമും കൂടി വന്നതായിട്ടുള്ളൊരു വിഷ്വൽ കണ്ടു. പെട്ടെന്ന് എല്ലാം ലൈറ്റ് ഓഫ് ആവുകയും ചെയ്തു. ആ സാധനം എവിടെയോ പോയതാണോ ഇനി ഓഫായി പോയതാണോ ഒന്നും അറിയില്ല. പിന്നെ യാതൊരു ഇതിലും കംപ്ലീറ്റ് ഡാർക്കായിട്ട് അങ്ങനെ ഒരു വിഷയം. ഇത് ഇവർ നേരിട്ട് ഇവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ ആയിട്ട് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും.
കറക്റ്റ് അവർ ഒരു അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ഈ വീഡിയോ നമ്മൾ കാണുന്ന വീഡിയോ അവർ പറഞ്ഞതനുസരിച്ച് ആനിമേഷൻ ചെയ്യുന്നതാണ്. അവർ കറക്റ്റ് പറഞ്ഞത് അത് ഓറഞ്ചാണ്, ആ ലൈറ്റ് ഉണ്ട്, അതിന് സ്ട്രിപ്പ് പോലെ ലൈറ്റ് ഉണ്ട് എന്നൊക്കെ ഇവർ പറഞ്ഞിട്ട് അത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് ആനിമേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. വീഡിയോ അടക്കം ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു വളരെ, അതായത് അബ്ഡക്ഷനിൽ തന്നെ ഒരു സ്പെഷ്യൽ ഒരു എന്താ, എനിക്കതിനൊരു ഒരു ദൂരെ നിന്ന് ഇത് വേറൊരു പരീക്ഷണം എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് അവിടെ എന്താന്നുള്ളത് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ തോന്നിയെന്താ അറിയോ, ഇറങ്ങി ഓടിയിട്ട് ആ സ്ഥലത്ത് എന്താണെന്ന് ഒളിച്ച് നോക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്ക് കണ്ടപ്പോൾ തോന്നി. പ്രശ്നമാണ്. അല്ല, അവരവിടെ എന്താ ചെയ്തെന്ന് അറിയാൻ, ആ ലൈറ്റിന്റെ ഉള്ളിൽ വേറെ ലൈറ്റ് വന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ട് അവർ. എന്താ ചെയ്യുന്നത് അവനെ വിധി കൊണ്ടുപോയി അവനെ ഫുൾ നേക്കഡ് ആക്കിയിട്ട് ഓരോ നഖവും സ്കിന്നും എടുത്തിട്ട് വിടുന്നതായിരിക്കും. സംഭവം എന്താ അറിയില്ല, അവിടെ എന്താന്നുള്ളത് അറിയില്ല. അതൊരു രസമായി തോന്നി.